Hi guys, welcome to Programming with Python. ഇന്ന് ലെക്ചർ 2.6 ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ വീഡിയോയ്ക്കകത്ത് കാണാൻ പോകുന്നതിൽ ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ്. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ് ആദ്യം വിവരിക്കാം. സോ നമ്മുടെ കമ്പ്യൂട്ടർ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് നമുക്കറിയാം. ഡാറ്റ എന്ന് പറയുമ്പോൾ ഇമേജസ്, വീഡിയോസ്, ടേബിൾസ്, നമ്മുടെ പേരുകൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഡാറ്റയാണ്. സോ ഈ ഡേറ്റാനെ രണ്ട് മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒന്ന് പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ റാം എന്ന് പറയും, എന്ന് വെച്ചാൽ റാൻഡം ആക്സസ് മെമ്മറി. രണ്ടാമത്തെയാണ് സെക്കൻഡറി മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേറ്റ പ്രൈമറി മെമ്മറിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു വീഡിയോ നമുക്കിപ്പോൾ കാണണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് റാമിൽ ലോഡ് ആക്കി കാണാം. റാമിൽ ലോഡ് ചെയ്യണം. റാമിൽ ടെമ്പററി മെമ്മറിയാണ്, എപ്പോഴും ഒരു സാധനം ഇരിക്കത്തില്ല. എപ്പോഴും പെർമനന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഇതുകൊണ്ട് സ്റ്റോർ ചെയ്യുന്നത് സെക്കൻഡറി മെമ്മറിയിലാണ്. ഓക്കെ, സോ ഇതാണ് പ്രൈമറി മെമ്മറി സെക്കൻഡറി മെമ്മറി തമ്മിലുള്ള ക്ലിയർ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഈ പ്രൈമറി മെമ്മറിക്കകത്ത് ഞാൻ ഡാറ്റ ലോഡ് ചെയ്യുന്നത് ഡാറ്റ സ്ട്രക്ചർ ആയിട്ടായിരിക്കും. സെക്കൻഡറി മെമ്മറിയിൽ ഞാൻ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റ ബേസ് ആയിട്ടായിരിക്കും. ഇത് രണ്ടും വൈഡ് ആയിട്ടുള്ള രണ്ട് ഏരിയാസ് ആണ്, വലിയ രണ്ട് പോർഷൻസ്, രണ്ട് സബ്ജക്ട്സ് തന്നെയാണ്. ഓക്കെ, സോ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ റാമിൽ കൊണ്ടുപോയി ഇത് ചെയ്യുന്നത്. ഇപ്പം പൈത്തൺ യൂസ് ചെയ്യുവാണെങ്കിൽ പൈത്തൺ ഏറ്റവും യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് ലിസ്റ്റ് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ. ആസ് ദ നെയിം സജസ്റ്റ്, നെയിം, ആ ലിസ്റ്റ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ് അതിനകത്തുള്ളത്. സോ ഈ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ആ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാം, നമുക്ക് തോന്നുന്ന പോലെ ആഡ് ചെയ്യാം, തോന്നുന്ന പോലെ അത് ഡിലീറ്റും ചെയ്യാം. ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയുന്നവർക്കറിയാം എല്ലാം സ്റ്റാറ്റിക് സൈസ് ആണ്. പക്ഷേ പൈത്തന്റെ കേസ് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് എത്ര വേണേലും ആഡ് ചെയ്യാം, എത്ര വേണേലും ഡിലീറ്റ് ചെയ്യാം. സോ ഇതാണ് ലിസ്റ്റ്. ലിസ്റ്റിന്റെ സിൻടാക്സ് എന്ന് പറയുമ്പോൾ ഇതാണ്. ലിസ്റ്റിന്റെ പേര് ആദ്യം എഴുതണം, അത് കഴിഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ ലിസ്റ്റിനകത്തുള്ള ഐറ്റംസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ അത് ഷോപ്പിംഗ് ചെയ്യുവാണ്. അപ്പൊ ഷോപ്പിംഗ് ചെയ്തപ്പോൾ നമ്മൾ ഒരു ലിസ്റ്റ് എടുത്തപ്പോൾ ആദ്യം ബ്രെഡും ജാമും ഷുഗറും ആണ് ഞാൻ എടുത്തത്, വേറെ ഒന്നും എടുത്തില്ല എങ്കിൽ അതിനെല്ലാം ലിസ്റ്റ് എന്ന ഡാറ്റ സ്ട്രക്ചറിലോട്ട് കൊണ്ടിട്ടു. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ആ ലിസ്റ്റിന്റെ പേരാണ്. ഓക്കെ, ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ആ ലിസ്റ്റിന്റെ പേരാണ്. ഇത് നമുക്ക് പൈത്തൺ ഇങ്ങനെയാണ് ലിസ്റ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കേ, ഷോപ്പിംഗ് ഇസ് ഈക്വൽ ടു ബ്രെഡ് കോമ ജാം കോമ ഷുഗർ. ഇങ്ങനെയാണ് ഞാൻ പൈത്തണിനകത്ത് ലിസ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഈ ലിസ്റ്റിനെ എനിക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ഓഫ് ലിസ്റ്റിന്റെ പേര് പറഞ്ഞാൽ മതി. ലിസ്റ്റിന്റെ പേര് എന്താണ്? ഷോപ്പിംഗ് എന്നാണ്. സോ അതിനെ ഞാൻ റൺ ചെയ്യുമ്പോൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ സാധനം റൺ ആകുന്നു. അത് ബ്രെഡ് ജാം ഷുഗർ. ഇതാണ് ലിസ്റ്റിനെ ഇങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇനി ലിസ്റ്റിനെ നമ്മളെ പേര് വരട്ടെ. ഇപ്പം ബ്രെഡും ജാമും ഷുഗറും ഓരോ ലൈനിൽ, ഇപ്പൊ ഫസ്റ്റ് ലൈനിൽ ബ്രെഡ്, സെക്കൻഡ് ലൈനിൽ ജാം, തേർഡ് ലൈനിൽ ഷുഗർ, ഇങ്ങനെ എനിക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ വേറൊരു മെത്തേഡ് ആണ്. നമുക്ക് ഫോർ ലൂപ്പിനെ വേറൊരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ദ കേസ് ഓഫ് ലിസ്റ്റ് ഒള്ളി, ലിസ്റ്റിന് മാത്രം ഫോർ ഐട്രേഷൻ ഇൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ഓഫ് ഐ എന്ന് ജസ്റ്റ് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ലൂപ്പിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, ഫോർ ലിസ്റ്റിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അവിടുത്തെ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഐട്രേഷൻ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം ബ്രെഡ് പ്രിന്റ് ആവും, ജാം പ്രിന്റ് ആവും, ഷുഗർ പ്രിന്റ് ആവും, ഓരോ ലൈനിൽ വെച്ച് പ്രിന്റ് ആവും. ദീസ് ആർ ദ ടു മെത്തേഡ്സ് ഓഫ് പ്രിന്റിംഗ് ദ ലിസ്റ്റ്. ഓക്കെ, ഈ രണ്ട് മെത്തേഡ് ഓർക്കാൻ നമുക്ക് എപ്പോഴും ആവശ്യം വരും. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്രയും മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇനി അടുത്തത്, ഇതിന് ലിസ്റ്റിന് തന്നെ വേറെ കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലിസ്റ്റിനകത്ത് ഒത്തിരി പരിപാടികൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇനിയും ഈ ലിസ്റ്റിനകത്തോട്ട് ഏറ്റവും അതിന്റെ എൻഡിൽ എന്തെങ്കിലും ഒരു ഐറ്റം നമുക്ക് ചേർക്കണമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അപ്പെൻഡ്. എൻഡ് എന്ന് പറയുമ്പോൾ എൻഡിൽ നമ്മൾ ആഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഓക്കെ,
സോ ഇതിന്റെ എൻഡിൽ ബ്രെഡും ജാമും ഷുഗറും കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ജാം കൂടെ എനിക്ക് വേണം എങ്കിൽ ഞാൻ എന്താണ് യൂസ് ചെയ്യേണ്ടത്? അപ്പൻഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഫോർ എക്സാമ്പിൾ ഷോപ്പിംഗ് ഡോട്ട് അപ്പൻഡ് ഓഫ്, ഇങ്ങനെയാണ് അപ്പൻഡിന്റെ സിൻടാക്സ്. അപ്പൻഡ് ഓഫ് ഒരു ജാമൂടെ. ഓക്കെ, അല്ലെങ്കിൽ ഇനിയും അതിന്റെ കൂടെ തന്നെ ഓക്കെ എന്നാൽ ഇത് മതി. ഓക്കെ, എന്ത് വേണേലും ആകാം, ഓയിലോ കേടോ എന്ത് വേണേലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു ജാം കൂടെ അങ്ങ് ആഡ് ചെയ്തു. സോ ഇനി അത് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്താലേ നമുക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റത്തുള്ളൂ ജാം കയറിയോ ഇല്ലയോ എന്നല്ലേ. സോ റൺ ചെയ്യുന്നു. ഇപ്പം ബ്രെഡും ജാമും ഷുഗറും ജാമുമായി. അപ്പോൾ ആ ജാം വീണ്ടും ആ ലിസ്റ്റിന്റെ എൻഡിൽ അപ്പൻഡ് ആയിട്ടുണ്ട്. സോ നമുക്കിനി ഇതുപോലെ എന്ത് വേണമെങ്കിലും ഇതിന്റെ എൻഡിൽ നമുക്ക് ഓയിലോ കേർഡോ എന്ത് വന്ന് വെച്ചാൽ ഈ ഒരു സിൻടാക്സ് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, എനിക്ക് ഇപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനമാണ് പോയി കിടക്കുന്നത് അല്ലേ. എനിക്കിനി ഈ ഫസ്റ്റിന്റെ ആദ്യത്തേതിന്റെ ബ്രെഡിന്റെയും ജാമിന്റെ നടുക്ക് എനിക്ക് ഓയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അത് ലിസ്റ്റിന്റെ ഒരു ഫീച്ചറാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ലിസ്റ്റ് കമ്പ്യൂട്ടറിനകത്ത് കൗണ്ടിങ് സ്റ്റാർട്ട്സ് ഫ്രം 0. സോ ഇതിന്റെ പൊസിഷൻ, ബ്രെഡിന്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ 0 ആണ്, ജാമിന്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ 1 ആണ്, ഷുഗറിന്റെ പൊസിഷൻ 2ഉം ജാമിന്റെ പൊസിഷൻ വീണ്ടും 3. ഓക്കെ, സോ ഇനി എനിക്ക് ഓയിൽ ഇതിന്റെ രണ്ടിന്റെ നടുക്ക് എനിക്ക് അപ്പൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നടുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ പൊസിഷനാണ് ഞാൻ നോക്കേണ്ടത്. ഇത് രണ്ടിന്റെ നടുക്ക് ഓയിൽ വരുവാണെങ്കിൽ ബ്രെഡിന്റെ പൊസിഷൻ 0 ആകും, ഓയിലിന്റെ പൊസിഷൻ 1 ആകും. ആ 1 ആണ് നമുക്ക് വേണ്ടത്. സോ ഷോപ്പിംഗ് ഡോട്ട് ഇൻസേർട്ട് ഓഫ് ഓയിൽ എന്ന് നമ്മൾ പറയുമ്പോൾ ഓയിൽ എന്ന് പറഞ്ഞാൽ ബ്രെഡിന്റെയും ജാമിന്റെയും ഇടയ്ക്ക് വന്ന് കിടക്കും. നോക്കാം. സോറി, ഇതിന്റെ പൊസിഷന് വേണ്ടി എൻ്റർ ചെയ്യണം. പൊസിഷൻ 1 അല്ലേ, 1ലാണ് കൊണ്ടുവെക്കേണ്ടത്. സോ 1, ഓയിൽ. അപ്പൊ ഫസ്റ്റ് പൊസിഷനിലാണ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പൊസിഷൻ, ഇത് 0th പൊസിഷൻ, ഇത് ഫസ്റ്റ് പൊസിഷൻ. ഫസ്റ്റ് പൊസിഷനിൽ ഓയിൽ വന്നല്ലോ, സെക്കൻഡ് പൊസിഷൻ ജാം, തേർഡ് പൊസിഷൻ ഷുഗർ. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ. സോ അത് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ ജാമൂടെ അപ്പൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ബ്രെഡ് കൂടെ ഉണ്ട്. ഓക്കെ, ഒരു ബ്രെഡ് ഉണ്ട്. എനിക്കിനി ഈ ബ്രെഡിന്റെ കൗണ്ട് എടുക്കണമെങ്കിൽ എത്ര ബ്രെഡ് ഉണ്ട് ഞാൻ എടുത്തു എന്ന് നോക്കണമെങ്കിൽ ഷോപ്പിംഗ് ഡോട്ട് കൗണ്ട് ഓഫ് ആ ഐറ്റത്തിന്റെ പേര്. ഐറ്റത്തിന്റെ പേര് എന്താണ്? ബ്രെഡ്. ഓക്കെ, ഇതിനെ ഞാൻ ഈ കൗണ്ടിനെ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഞാൻ സ്റ്റോർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ എന്നിലോട്ട് കൊണ്ട് സ്റ്റോർ ചെയ്തിട്ട് ഞാൻ എന്നിനെ വെറുതെ ഒന്ന് പ്രിന്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ബ്രെഡിന്റെ കൗണ്ട് 2 ആണ്, 2 പ്രിന്റ് ആവും. നോക്കിക്കേ, 2 പ്രിന്റ് ആയി. ഇനി ഞാനിത് ജാം ഒന്ന് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ജാം ഞാൻ 1 ഉള്ളു ലിസ്റ്റില്. അപ്പോ അത് റൺ ചെയ്യുമ്പോൾ 1 എന്ന് വരും. അതുപോലെ ലിസ്റ്റിനകത്ത് ഒരു ഐറ്റം എത്ര പ്രാവശ്യം ഉണ്ട് അതിന്റെ കൗണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നത് കൗണ്ട് ഫംഗ്ഷൻ വെച്ചിട്ടാണ്. ഇനിയും അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുവാണെങ്കിൽ ഒരു ലിസ്റ്റിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ഒരു എളുപ്പവഴിയാണ് ലെൻ ഓഫ് ലിസ്റ്റിന്റെ പേര് ഷോപ്പിംഗ് എന്ന് പറയുവാണെങ്കിൽ ലിസ്റ്റിന്റെ ലെങ്ത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിക്കേ, സോറി, ലെങ്ത് ഓഫ് എവിടെയെങ്കിലും കൊണ്ട് സ്റ്റോർ ചെയ്തിട്ട് അതിനെ പ്രിന്റ് ചെയ്യണം. ഓക്കെ, എന്നിലോട്ട് നമ്മൾ കൊണ്ട് സ്റ്റോർ ചെയ്തു, എന്നിനെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നു. പ്രിന്റ് ചെയ്യിക്കുമ്പോൾ ലിസ്റ്റിന്റെ ലെങ്ത് ആണ് പ്രിന്റ് ആവുന്നത് 4. 1 2 4 ലെങ്ത് ആണുള്ളത് അല്ലേ, 4 സൈസ് ആണ് പ്രിന്റ് ആവുന്നത്. ഇൻഡെക്സ് അല്ല പ്രിന്റ് ആവുന്നത്. ഇൻഡെക്സ് ആണ് 0 1 2 3 എന്നാണ് പോകുന്നത്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പൊ 4 പ്രിന്റ് ആ. ഓക്കെ, സോ അതാണ്
ഇനി ഇനിയും നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ലെങ്ത് ആണ്. ലെങ്ത് കഴിഞ്ഞു. ഇനി സോർട്ട് ആണ്. സോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ലിസ്റ്റിനെ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ. ഇപ്പം നമ്മളിവിടെ ആൽഫബറ്റ്സ് ആണ് അല്ലേ? ആൽഫബറ്റ്സ് ആകുമ്പോൾ അങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നത്. സോർട്ട് എന്ന് പറയുവാണെങ്കിൽ അറേഞ്ച് ചെയ്യുവാണ് ഡിസെൻഡിങ് അല്ലെ അസെൻഡിങ്. ഇവിടെ ഇപ്പോൾ വേർഡ്സ് ആയതുകൊണ്ട് ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യും. സോ നമ്മൾ സോർട്ട് എന്ന് പറയുമ്പോൾ സാധാരണ അസെൻഡിങ് ഓർഡർ ആണ് ഡിഫോൾട്ട് ആയിട്ട് നടക്കുന്നത് കേട്ടോ. സോ നമുക്ക് ഒരു നമ്പറിന്റെ ഒരു ലിസ്റ്റ് കൂടെ എഴുതാം. എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്പറിന്റെ ഒരു ലിസ്റ്റ് കൂടെ നമുക്ക് ഉണ്ടാക്കാം. 1, 2, 96, 25, 11, 3. ഓക്കെ, ഇങ്ങനെ രണ്ട് ലിസ്റ്റ് ഉണ്ട്. ഒന്ന് നമ്പറും ഒന്ന് വേർഡ്സിന്റെ ലിസ്റ്റ്. ഇതിനെ രണ്ടിനെ ഞാനൊന്ന് സോർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോർട്ട് ചെയ്യേണ്ട സിന്റാക്സ് ലിസ്റ്റിന്റെ പേര് ഡോട്ട് സോർട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് പാരന്തസിസ് കൊടുക്കുക, ഓപ്പണിംഗ് ക്ലോസിങ്. അതുപോലെ നം ഡോട്ട് സോർട്ട് ഓഫ് കൊടുക്കുക. ഈ നമ്പർ നമുക്കെല്ലാം അങ്ങ് തലയിരിച്ച് കൊടുക്കാം. ഇപ്പൊ 2,1 അങ്ങ് കൊടുക്കാം, ശരിക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ ഇതിനെ രണ്ടിനെ നമ്മൾ സോർട്ട് ചെയ്തു. ഇതിന്റെ അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ രണ്ടും സോർട്ട് ചെയ്ത് കഴിഞ്ഞു. അതേ ലിസ്റ്റ് വെച്ച് തന്നെ സോർട്ട് ചെയ്തു. ഇനി നമ്മൾ അതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം സോർട്ട് ആയോ എന്ന്. അതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കണ്ടേ? സോ പ്രിന്റ് ഓഫ് ആദ്യം പ്രിന്റ് ഓഫ് ഷോപ്പിംഗ് നോക്കാം, പിന്നെ പ്രിന്റ് ഓഫ് നം നോക്കാം. രണ്ടും ഇപ്പോൾ വരും. ഓക്കെ, ഇതിനെ നമ്മൾ റൺ ചെയ്യുന്നു. നോക്കൂ, ആദ്യം ബ്രെഡ് ബി അല്ലേ ആദ്യം? എ ബി ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഫസ്റ്റ് ബ്രെഡും പിന്നെ ABCDFGHI ജാം. ജെ കഴിഞ്ഞിട്ടാണ് എസ് ആണ് ഷുഗർ. അങ്ങനെ ആൽഫബറ്റിക് ഓർഡറിലായിട്ട് ഇതായി. രണ്ടാമത്തെ നമ്പർ കണ്ട, നമ്പർ ലിസ്റ്റിനകത്ത് ആൽഫബറ്റ് 1, 2, 3, 11, 25, 96. അങ്ങനെ നമുക്ക് എളുപ്പം സോർട്ട് ചെയ്യാം. ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ വിവിധ സോർട്ടിംഗ് ടെക്നിക്സ് ഉണ്ട്. ബബിൾ സോർട്ട്, സെലക്ഷൻ സോർട്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള വിവിധ ടെക്നിക്സ് ഉണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് ചെയ്യണം. പക്ഷെ ഇവിടെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. ഇനി വേറൊരു കാര്യം ഇതിന്റെ കൂടെ തന്നെ പറയാം. ഇപ്പം നമുക്ക് അസെൻഡിങ് ഓർഡറിൽ ഇത് സോർട്ട് ആവും, കുഴപ്പമില്ല. ഇതിനെ എനിക്ക് ഡിസെൻഡിങ് ഓർഡറിലാക്കണമെങ്കിൽ ഞാൻ എന്തോ ചെയ്യും. ഡിസെൻഡിങ് ഓർഡറിലുള്ള ഇതിന്റെ ഒരു ചെറിയ ഒരു വ്യത്യാസമേ ഉള്ളൂ. ആദ്യം അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തിട്ട് അതിനെ പിടിച്ച് തിരിച്ചിട്ടാൽ മതി അല്ലേ? തിരിച്ചിടാൻ വേണ്ടി വേറൊരു സംഭവം ഉണ്ട്, ഡോട്ട് റിവേഴ്സ്. നമുക്ക് ഈ രണ്ട് സാധനത്തിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ അത് ഡിസെൻഡിങ് ആവും. നം ഡോട്ട് റിവേഴ്സ് എന്ന് പറയാം. രണ്ടിനെ റിവേഴ്സ് ചെയ്യുക, പിന്നെ രണ്ടൊന്ന് പ്രിന്റ് ചെയ്യുക. നമ്പിനെയും കൂടെ നമ്മൾ നോക്കുന്നു. ഓക്കെ, ഇതിനെ രണ്ടിനെയും കൂടെ നമ്മളൊന്ന് റൺ ചെയ്യുന്നു. നേരെ റിവേഴ്സ് ആയി കണ്ടോ? അപ്പൊ ഡിസെൻഡിങ് ഓർഡർ ചെയ്യണമെങ്കിൽ രണ്ട് സ്റ്റെപ്പ് വേണം. ഒന്ന് സോർട്ട് ചെയ്യണം, പിന്നെ അതിനെ റിവേഴ്സ് ആണ്. രണ്ടും ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ബിൽറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ളതാണ്. ഇതാണ് ലിസ്റ്റിനകത്ത് നമ്മൾ ഇട്ട് ചെയ്യുന്ന കുറേ പരിപാടികൾ എന്ന് പറയുന്നത്. ഇനിയും ഏറ്റവും അവസാനം ഒരു പരിപാടി കൂടെ നമ്മൾ ചെയ്യും, സ്ലൈസിങ് എന്നാണ് പറയുന്നത്. സ്ലൈസിങ് എന്ന് പറയുവാണെങ്കിൽ ലിസ്റ്റിനെ നമുക്ക് പലതായിട്ട് മുറിക്കാൻ പറ്റും. അതുകൂടെ പറയാം. ഇതെല്ലാം ഒറ്റ ഒരു സ്ട്രെച്ചിന് നിങ്ങൾ ഇതിൻ്റെ തന്നെ ഒരു സംഭവം, ഇപ്പോൾ സോർട്ടിങ് തന്നെ നിങ്ങൾ സോർട്ടിങ് റിവേഴ്സും എല്ലാം നിങ്ങൾ പല രീതി നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നിട്ട് ഔട്ട്പുട്ട് എന്താ കിട്ടുന്നത് നോക്കണം. കാരണം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോവാണ്. സോ എനിക്ക് ഈ ലിസ്റ്റിനകത്ത് സ്ലൈസിങ് എന്ന് പറയുമ്പോൾ സ്ലൈസിങ്ങിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുവാണെങ്കിൽ ഈ ഒരു ഡോട്ട് ആയിരിക്കും. ഡോട്ട് എന്ന് വെച്ചാൽ കോളൻ ആയിരിക്കും. ഓക്കെ, എങ്കിൽ സ്ലൈസ് 1 ഈക്വൽ ടു നമ്മൾ ആദ്യം വെറുതെ ഒന്ന് കോളൻ ഇട്ടൊന്ന് എന്ന് വെച്ചാൽ വെറുതെ ഒന്ന് സ്ലൈസ് ചെയ്ത് നോക്കുന്നു. സ്ലൈസ് 1 എന്ന് പറയുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും
ഞാൻ പറയാം ഇതിൻ്റെ ഇത്. വെറുതെ കോളൻ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം പ്രിൻ്റ് ആവും കേട്ടോ. നിങ്ങൾ ഈ ഷോപ്പിംഗ് മാത്രം നോക്കിയാൽ മതിയേ. നമ്പർ അവിടെ കിടക്കട്ടെ, നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ വെറുതെ കോളൻ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം പ്രിൻ്റ് ആവും. അതാദ്യം അറിഞ്ഞിരിക്കണം. രണ്ടാമതിനി ഇപ്പുറത്ത് ഞാൻ 1 ഇട്ടു, ഇപ്പുറത്ത് ഞാൻ 3 ഇട്ടെന്ന് വിചാരിച്ചോ. ഇനി ഞാനൊന്ന് റൺ ചെയ്ത് നോക്കിയാൽ ജാമും ഷുഗറും വരും. എങ്ങനെയാണ് ജാമും ഷുഗറും വരുന്നത് നോക്കിക്കേ. ഇതിന്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ 0 ആണ്, ഇതിന്റെ പൊസിഷൻ 1 ആണ്. ആ 1 ആണ്. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ 1ൽ കിടക്കുന്ന പൊസിഷൻ മുതൽ 3ൽ കിടക്കുന്ന പൊസിഷൻ -1 എന്ന് പറയുമ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് 1 മുതൽ 2 വരെയാണ് പ്രിന്റ് ചെയ്യുന്നത്. അവസാനത്തേത് പ്രിന്റ് 3 ഉള്ളത് പ്രിന്റ് ആവത്തില്ല. 3 തൊട്ട് താഴെ 3 - 1 ആയി സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്നതോടെ പ്രിന്റ് ആവും. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ വരും? ജാമും 2 വരെ ഷുഗറും. 3 പ്രിന്റ് ആവത്തില്ല, 3യുടെ തൊട്ട് താഴെ മാത്രമേ പ്രിന്റ് ആവത്തുള്ളൂ. ഇനി നമ്പർ ഞാൻ നോക്കിയാൽ നമ്പറിന്റെ കേസിൽ നം ഓഫ് 1,1:3ക്ക് പകരം ഒരു 4 കിടക്കട്ടെ. അപ്പൊ എന്തൊക്കെ പ്രിന്റ് ആവും? 1 ഇതല്ലേ 1, അപ്പൊ 1 പ്രിന്റ് ആയി. 96 പ്രിന്റ് ആവും, കാരണം അതിന്റെ പൊസിഷൻ 2 ആണ്. 25 പ്രിന്റ് ആവും, അതിന്റെ പൊസിഷൻ 3 ആണ്. ഇവിടെ വരെ പ്രിന്റ് ആവത്തുള്ളൂ, 4 പ്രിന്റ് ആവത്തില്ല. അപ്പൊ 196 25 ഇത് 3 ആയിരിക്കും പ്രിന്റ് ആവുന്നത്. നമുക്കൊന്ന് നോക്കാം അത് 3 ആണോ പ്രിന്റ് ആവുന്നതെന്ന്. നോക്കിക്കേ, 196 25 അത് 3ഉം പ്രിന്റ് ആയി. അപ്പം പ്രിന്റ് ആയെന്ന് പറയുവാണെങ്കിൽ അത് ആ സ്ലൈസ് 1ൽ പോയി സ്റ്റോർ ആയി കിടക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ ലിസ്റ്റിനെ നമ്മൾ മുറിച്ച് കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും കൊണ്ടുവെക്കുന്നു. അതിനെയാണ് സ്ലൈസിങ് എന്ന് പറയുന്നത്. സോ ഇനിയും ഞാൻ ഒരിടത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണ് 1 മുതൽ നമ്മൾ അവസാനത്തേത് കൊടുക്കുന്നില്ലെങ്കിൽ അങ്ങ് എൻഡ് വരെ പോകും. അതായത് ഈ 1 മുതൽ, അതായത് ഫസ്റ്റ് പൊസിഷൻ 0th പൊസിഷൻ ഇത്, ഫസ്റ്റ് പൊസിഷൻ ഇതല്ലേ, 1th പൊസിഷൻ ഇതാണ്, അവിടെ മുതൽ അവസാനം വരെ സ്ലൈസ് ആയി പോകും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ റൺ ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 1 മുതൽ 9. ഇനി ഇത് 2 ആണെങ്കിൽ 2th പൊസിഷൻ, അല്ലെ 3 ആണ് 3th പൊസിഷൻ മുതലുള്ളത് അവിടെ പ്രിന്റ് ആയി കിടക്കും. ഓക്കെ, പ്രിന്റ് അല്ല, അത് സ്ലൈസ് 1ലോട്ട് പോയി കിടക്കും. ഇതാണ് ആദ്യത്തെ. ഇനി ആദ്യത്തേത് കൊടുത്തില്ലെങ്കിൽ ആദ്യം മുതൽ ഫസ്റ്റ് തേർഡ്, ഇപ്പൊ 3 ആണ് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് മുതൽ 3 - 1 ആയ 2th പൊസിഷൻ വരെ വരും. അപ്പൊ എത്ര? 0യും ഫസ്റ്റും സെക്കൻഡ്, അതായത് 2ഉം 1ഉം 96ഉം വരെ പ്രിന്റ് ആവും. 3th പൊസിഷനിൽ കിടക്കുന്നത് ഒരിക്കലും അത് പ്രിന്റ് ആവൂല. സോ നോക്കിക്കേ, 2 1 96, 3th പൊസിഷനിൽ കിടക്കുന്ന 25 ആണ്. 25 പ്രിന്റ് ആവില്ല, അതിന്റെ തൊട്ട് താഴെ വരെ എന്തോ ആകുന്നു? പ്രിന്റ് ആകുന്നു. സോ അതാണ് സ്ലൈസിങ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ സ്ലൈസിങ്. സോ ഇതിന്റെ ബേസിക്സ്, ലിസ്റ്റിന്റെ ബേസിക്സ് ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിന്റെ കുറച്ചുകൂടെ ഹയർ ലെവല് പഠിക്കാൻ പോവുകയാണ്. പിന്നെ ലിസ്റ്റ് നമ്മൾ അപ്പൻഡ് ഉപയോഗിച്ച് നമുക്ക് ലിസ്റ്റിനെ നമുക്ക് റീഡ് ചെയ്യാം. എങ്ങനെയാ ലിസ്റ്റിനെ റീഡ് ചെയ്യാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ലിസ്റ്റിനെ ആദ്യം ഡിക്ലെയർ ചെയ്യുന്നു. ഇങ്ങനെയാണ് ലിസ്റ്റിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫോർ ഐ ഇൻ റേഞ്ച്, അതായത് ലിസ്റ്റിന്റെ റേഞ്ച്, ലിസ്റ്റിന്റെ അകത്ത് എത്ര ഐറ്റം വേണം അതങ്ങ് പറയുക. ഇപ്പൊ ലിസ്റ്റിനകത്ത് 10 ഐറ്റം വേണമെങ്കിൽ 10 ഇട്ടിട്ട് ഓക്കെ, ലിസ്റ്റിനകത്ത് 10 ഇട്ടിട്ട് ആ ലിസ്റ്റിന്റെ പേര് എഴുതുക. എൻ ഡോട്ട് അപ്പൻഡ് ഓഫ്, നമ്മൾ അപ്പൻഡ് ചെയ്യുവാണ് അല്ലേ, അപ്പൻഡ് ഓഫ്. നമുക്കിപ്പോൾ അപ്പൻഡ് എവിടെ നിന്നാണ് വരുന്നത്? യൂസറിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ ഇൻഡ് ഓഫ് ഇൻപുട്ട് ഓഫ്. ഇൻഡ് എന്ന് പറയുന്നത് നമ്പർ ആണെങ്കിൽ, നമ്പർ ലിസ്റ്റ് ആണ് ഇൻഡ് ഓഫ് ഇൻപുട്ട് ഓഫ്, അല്ലെങ്കിൽ ഇൻപുട്ട് ഓഫ് മാത്രം മതി. ഇപ്പം ഞാനിപ്പോൾ നമ്പർ ആണ് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇൻഡ് ഓഫ് ഇൻപുട്ട് ഓഫ് ഞാൻ റൺ ചെയ്ത് കാണിക്കാം. സോ ബാക്കിയെല്ലാം നമുക്ക് സൈലന്റ് ആക്കണ്ടേ. ഹാഷ് കമന്റിന് വേണ്ടിയാണ്. സോ നമ്മൾ റൺ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കും 10 നമ്പർ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. അപ്പം 1 2 3 4 5 6 7 8 9 10 കണ്ടോ, 10 നമ്പർ ഇൻപുട്ട് ചെയ്തു. ഇതെനിക്ക് നേരെ തിരിച്ച് പ്രിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്രിന്റ് ഓഫ് എൻ കൊടുത്താൽ മതി. എന്നിട്ട് റൺ ചെയ്യുക.
എന്നിട്ട് റൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ആൻഡ് റീറൺ. ഓക്കെ, നമ്മളപ്പം ഇൻപുട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് തരാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ 1 2 3 65 21 32 എവിടെ വരെ പോകും നോക്കാം. 10 വരെ പോകത്തുള്ളൂ. ഉണ്ടോ? ആ സാധനം എല്ലാം ഒരു ലിസ്റ്റിലാക്കി അത് എനിക്ക് പ്രിന്റ് ചെയ്ത് തന്നു. സോ ഇങ്ങനെയാണ് എന്താണ് ഒരു ലിസ്റ്റിനകത്തോട്ട് യൂസറിൽ നിന്ന് ഒരു ലിസ്റ്റിലോട്ട് ഇൻപുട്ട് വാങ്ങിക്കുന്ന ഒരു ടെക്നിക്ക്. ആ ലിസ്റ്റിന്റെ ഒറ്റ കാര്യം അറിയണം, ആ ലിസ്റ്റിന്റെ ലിമിറ്റ് അറിയണം, ആ ലിസ്റ്റിനെ ആദ്യം ഒന്ന് ഡിക്ലെയർ ചെയ്യണം. ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട് എന്ന് പറയണം, അല്ലെങ്കിൽ ഒരു എംപ്റ്റി ലിസ്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അത് അറിഞ്ഞിരിക്കാം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു സാധനം, ഇൻപുട്ട് ഒരു സ്പേസ് വെച്ചിട്ട് ഒരേ ലൈനിൽ 2 ഇൻപുട്ട് എനിക്ക് വാങ്ങിക്കാനുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. അതുകൂടെ ഞാൻ പറയാം. അതെന്ന് പറയുമ്പോൾ 2 വേരിയബിളിലോട്ട് എനിക്ക് കൊണ്ട് ഒരേ ലൈനിൽ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതെന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഡോട്ട് സ്പ്ലിറ്റ് ഓഫ് എന്നാണ്. സോ ഇത് ഞാൻ എവിടെയോ പറഞ്ഞെന്ന് തോന്നുന്നു, ബട്ട് ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇൻപുട്ട് ഡോട്ട് സ്പ്ലിറ്റ് ഓഫ് ആണ്. സോ ഓക്കെ, റൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മളൊന്ന് പ്രിന്റ് കൂടെ ചെയ്യാം. ഇത് എന്തുവാ, ഇൻപുട്ട് 2 എണ്ണം കൂടെ ഇൻപുട്ട് ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിനെ എന്ത് ചെയ്യണം, ഇൻറ്റീജർ ആയിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്യണം എങ്കിൽ, അല്ലെങ്കിൽ ഇൻറ്റീജർ വേണ്ട, നമ്മളെ സ്ട്രിങ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. പ്രിന്റ് ഓഫ് എയും പിന്നെ അടുത്തത് പ്രിന്റ് ഓഫ് ബിയും. ഓക്കെ, പ്രിന്റ് ഓഫ് ബിയും നമ്മൾ നോക്കുന്നു, റൺ ചെയ്യുന്നു. സോറി, ഇൻപുട്ട് ഓഫ് ഉണ്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻപുട്ട് ഓഫ് ഡോട്ട് സ്പ്ലിറ്റ് ഓഫ് എന്നാണ്. സോ നമ്മൾ 1 2 എൻ്റർ ചെയ്തു, ആ ഒരു സ്പേസ് ഇട്ടിട്ടാണ് 3 എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എൻ്റർ ചെയ്യുമ്പോൾ 2ഉം 3ഉം എന്ന് പറയുമ്പോൾ ഈ ആദ്യം എൻ്റർ ചെയ്ത സാധനം ആദ്യം കൊടുത്തിരിക്കുന്ന വേരിയബിളിൽ പോയി സേവ് ആവും. രണ്ടാമത് എൻ്റർ ചെയ്യുന്ന സാധനം രണ്ടാമത് കൊടുത്ത വേരിയബിളിൽ പോയി സേവ് ആവും. സോ ഇങ്ങനെയാണ്. ഇതുപോലെ നമുക്ക് ലിസ്റ്റിനെ ഒറ്റ ലൈനിൽ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പം ഇൻപുട്ട് ചെയ്യുന്ന, അതായത് റീഡ് ചെയ്യുന്ന ഒരു സംഭവം പറഞ്ഞു, ഏതാ, ഫോർ ലൂപ്പിനകത്ത് വേണ്ട ഈ സാധനം. ഇങ്ങനെ നമുക്ക് ലിസ്റ്റിനെ ഇൻപുട്ട് ചെയ്യാം. ഇനി എനിക്ക് ലിസ്റ്റിനെ സ്പേസ് ഇട്ട് എനിക്ക് ഇൻപുട്ട് ചെയ്യണം. മണ്ടിൽ എൻ്റർ ഞാൻ നിൽക്കുന്നിടം വരെ, എൻ്റർ പ്രസ് ചെയ്യുന്നിടം വരെ എനിക്ക് സ്പേസ് ഇട്ട്, ഇപ്പോൾ 1 സ്പേസ് 2 സ്പേസ് 3 ഇതിനെ എല്ലാത്തിനും എനിക്ക് ലിസ്റ്റിലോട്ട് അടിച്ച് കയറ്റണമെങ്കിൽ ചെയ്യേണ്ട പരിപാടിയാണ് ലിസ്റ്റിന്റെ പേര് എഴുതുക. ഇപ്പം നമ്മാണ് നമ്മൾ കൊടുത്ത ലിസ്റ്റ് എങ്കിൽ പേരെങ്കിൽ നം ഇസ് ഈക്വൽ ടു ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, ഇൻറ്റ് ഓഫ് ഐ ഫോർ ഐ ഇൻ ഇൻപുട്ട് ഡോട്ട് സ്പ്ലിറ്റ് ഓഫ്. ഇതാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് 1 സ്പേസ് 2 സ്പേസ് 3 സ്പേസ് 4 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വരും. ഇതിനെ ഞാനൊന്ന് പ്രിന്റ് ചെയ്യിക്കാം, പ്രിന്റ് ഓഫ് നം. അങ്ങനെ ലിസ്റ്റ് പ്രിന്റ് ചെയ്യാനുള്ള 2 മെത്തേഡും പറഞ്ഞു. അതിനെ ഞാൻ ചെയ്ത് കാണിക്കാം. 1 2 3 4 നോക്കിക്കേ, ആ ലിസ്റ്റ് അതുപോലെ തന്നെ എടുത്ത് അടിച്ച് കയറ്റുന്നു. അപ്പൊ ഇതാണ് റീഡിങ്. ഈ 2 മെത്തേഡ് വെച്ച് നമുക്ക് ലിസ്റ്റിനെ റീഡ് ചെയ്യാം. പ്രിന്റ് ചെയ്യാനുള്ള 2 മെത്തേഡ് ആദ്യം ഞാൻ പറഞ്ഞു, ജസ്റ്റ് പ്രിന്റ് കൊടുക്കാം. അല്ല താഴെ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഫോർ ലൂപ്പ് വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക സ്പെഷ്യൽ സിൻടാക്സ് ഉണ്ട്. അപ്പൊ ലിസ്റ്റിന്റെ ബേസിക്സ് ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. സോ ഇത്ര ഉള്ള ലിസ്റ്റിന്റെ കുറെ പ്രോഗ്രാംസ് ഇനിയും പുറകിന് വരുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. ആൻഡ് താങ്ക് യു. ലേൺ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.